തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രചാരണങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളും സജീവമായി കഴിഞ്ഞു. പ്രത്യേകിച്ച് കോൺഗ്രസ്. 10 വർഷമായുള്ള ഇടതിന്റെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ടിറങ്ങുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ കോൺഗ്രസ് അതീവ ജാഗ്രത കാട്ടിയത്. ഒന്നിനൊന്ന് മികച്ച സ്ഥാനാർത്ഥികളെയാണ് UDF ഇത്തവണ രംഗത്തിറക്കിയത്. ഇക്കൂട്ടത്തിൽ ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അതും ഒരു വനിതാ സ്ഥാനാർത്ഥി, അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണൻ. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട എലത്തൂരിലെ UDF സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണൻ. LDFന് വേണ്ടി NCP മത്സരിക്കുന്ന മണ്ഡലമാണ് എലത്തൂർ. മാത്രമല്ല 2011 മുതൽ 2021 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം AK ശശീന്ദ്രനായിരുന്നു ഇവിടെ വിജയിച്ചത്. 2021 തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി സുൽഫിക്കർ മയൂരിയെ 38,502 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു AK ശശീന്ദ്രന്റെ വിജയം. ഈ ഇടതുകോട്ട പൊളിക്കാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് UDF വിദ്യാ ബാലകൃഷ്ണനെ പോലൊരു വനിതാ നേതാവിനെ ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. നിലവിലെ സിറ്റിംഗ് MLAയും NCPയുടെ നേതാവുമായ AK ശശീന്ദ്രനാണ് ഇത്തവണയും LDFന്റെ സ്ഥാനാർത്ഥി. KSU യൂണിറ്റ് വൈസ് പ്രസിഡന്റായി തുടങ്ങി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന വിദ്യാ ബാലകൃഷ്ണൻ KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് പാർലമെന്റ് ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി, കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ തുടങ്ങി സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലും ദേശീയ തലത്തിലും നടന്ന സമര പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയായിരുന്ന വിദ്യാ ബാലകൃഷ്ണൻ നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോഴിക്കോട് നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഗുരുതരമായ വകുപ്പുകൾ ചേർത്തു. കേസെടുത്ത് ഇടതുപക്ഷ സർക്കാർ ജയിലിൽ അടച്ചപ്പോഴും വിദ്യാ ബാലകൃഷ്ണന്റെ പോരാട്ട വീര്യത്തിന് മങ്ങലേറ്റില്ലെന്ന് മാത്രമല്ല കൂടുതൽ ശക്തിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 29,507 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശശീന്ദ്രൻ എലത്തൂരിൽ വിജയിച്ചത്. UDFൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവ് UV ദിനേശ് മണി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് മുന്നോട്ട് പോയെങ്കിലും KPCC നേതൃത്വം ഇടപെട്ട് NCK എന്ന പാർട്ടിക്കാണ് അന്ന് സീറ്റ് നൽകിയത്. NCKയുടെ സുൽഫിക്കർ മയൂരിയാണ് അന്ന് മത്സരിച്ചത്. പക്ഷെ ഫലം വന്നപ്പോൾ വൻ തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത്. ശശീന്ദ്രന് ലഭിച്ചതിന്റെ പകുതി വോട്ടുകളാണ് സുൽഫിക്കർ മയൂരിക്ക് അന്ന് നേടാനായത്. 20,000-ഓളം UDF വോട്ടുകൾ കുറയുകയും ചെയ്തിരുന്നു. ഇത്തവണ അത്തരം നാടകീയതകളൊന്നും ഇല്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചതും വിദ്യാ ബാലകൃഷ്ണനെ തന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതും വിജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അതായത് മണ്ഡലം രൂപവൽക്കരിച്ചതിന് ശേഷം ആദ്യമായാവും ഇവിടെ കോൺഗ്രസ് മത്സരിക്കുന്നതെന്ന മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തലങ്ങളിൽ വൻ മുന്നേറ്റമാണ് UDF സ്വന്തമാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കാക്കിയാൽ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 UDFനൊപ്പമാണ്. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ആകെ 28 സീറ്റിൽ 15 സീറ്റും UDF നേടി. കോൺഗ്രസ് 8 സീറ്റും മുസ്ലിം ലീഗ് 6 സീറ്റും നേടി. RMPയുടെ ജനകീയ മുന്നണിയും ജില്ലാ പഞ്ചായത്ത് നേട്ടത്തിൽ നിർണായക സ്വാധീനമായിരുന്നു. LDFന് 13 സീറ്റ് മാത്രമാണ് നേടാനായത്. പയ്യോളി, രാമനാട്ടുകര, കൊടുവള്ളി, ഫറൂഖ് നഗരസഭകൾ UDF നിലനിർത്തി. മുക്കം, കൊയിലാണ്ടി നഗരസഭകൾ ചെറിയ വ്യത്യാസത്തിലാണ് UDFന് നഷ്ടമായത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മാത്രമാണ് LDFന് ആശ്വാസത്തിന് വകയുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എലത്തൂരിൽ UDFനും വിദ്യാ ബാലകൃഷ്ണനും അനുകൂലമാകുമെന്ന പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്. ഏപ്രിൽ 9 വ്യാഴാഴ്ചയാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ മെയ് 4 തിങ്കളാഴ്ചയാണ്. കേരളത്തിൽ പ്രചാരണത്തിന് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് മുന്നണികൾക്ക് മുന്നിലുള്ളത്. ഏപ്രിൽ 9 വോട്ടെടുപ്പ് പൂർത്തിയായാൽ കേരളം 3 ആഴ്ചയോളം ഫലത്തിനായി കാത്തിരിക്കണം. സംസ്ഥാനത്ത് 2.70 കോടി വോട്ടർമാരാണുള്ളത്. 1.38 കോടി സ്ത്രീ വോട്ടർമാരാണുള്ളത്. പുരുഷ വോട്ടർമാർ 1.31 കോടിയാണ്. ട്രാൻസ് വിഭാഗത്തിൽ 277 വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ അത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ.